ഇടുക്കി ജില്ലയിലെ കുമളിക്കടുത്തുള്ള ഒരു ഗ്രാമപ്രദേശം. മിക്കപ്പോഴും മഞ്ഞിൽ പുതഞ്ഞാണ് ആ ഗ്രാമം നിലകൊള്ളുന്നത്. ഏറെ നിഗൂഢതകളും ദുരൂഹതകളും മറച്ചു വെച്ചാണ് അവിടുത്തെ ആളുകളും പ്രകൃതിയും നിലനിൽക്കുന്നതെന്ന് പലപ്പോഴും തോന്നിപ്പോവും. മിക്കപ്പോഴും മൂടൽമഞ്ഞ് വന്ന് കാഴ്ച അവ്യക്തമായി പോകാറുമുണ്ട്. അതുവഴിയുള്ള ഒറ്റയ്ക്കുള്ള സഞ്ചാരം കുറച്ചു പാടാണ്. ചിലപ്പോൾ വഴി തെറ്റാനും ചാൻസ് ഉണ്ട്. പോകേണ്ടത് ഉൾക്കാട്ടിലേക്കാണ്. അവിടെയാണ് ചരിത്ര പ്രസിദ്ധമായ ഒരു ക്ഷേത്രമുള്ളത്. പണ്ട് ദേവി അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നതാണ് പുരാണം. വർഷത്തിൽ ഒരിക്കൽ മാത്രം തുറക്കുന്ന കാട്ടിലെ ഒരു ക്ഷേത്രം. അമാവാസി നാളിൽ കാട്ടിലേക്ക് ഒളിച്ചുപോയ ഒരു കുറ്റവാളിക്ക് മുന്നിൽ രക്തരക്ഷസ് എത്തിയെന്നും ദേവി അയാളെ രക്ഷിച്ചെന്നുമാണ് നാട്ടുകാർ പറയുന്ന കെട്ടുകഥകൾ. ഒരു വലിയ മല കയറണം. നല്ല കയറ്റമാണ്. ചെറിയ ഇടുങ്ങിയ വഴി. താഴെ കൊക്കയാണ്. കാല് തെറ്റിയാൽ കഥ കഴിഞ്ഞു. പോകും വഴി ഗുഹകൾ ഒരുപാടുണ്ട്. മൂടൽമഞ്ഞ് ഇടയ്ക്കിടെ കാഴ്ച അവ്യക്തമാക്കിക്കൊണ്ടിരുന്നു. കുറച്ചേറെ നടക്കാനുണ്ട്. നടന്നെത്തുക ഏറെ പ്രയാസമാണ്. വന്യമൃഗങ്ങൾ ഇറങ്ങാറുണ്ടെന്ന് ഇടയ്ക്കിടെ വാച്ചർ ഓർമ്മിപ്പിച്ചു. കരടി മിക്കപ്പോഴും ഇറങ്ങാറുണ്ടത്രേ. നടന്നു പോകുന്ന വഴിയിലെ കല്ലുകൾ നല്ല മിനുസപ്പെട്ടാണ് കിടക്കുന്നത്. നല്ല തണുപ്പുണ്ട്. അകലെ നിന്ന് നോക്കിയാൽ ക്ഷേത്രത്തിൻ്റെ മുകൾ ഭാഗം കാണാം. കല്ലുകൾ മിനുസപ്പെടുത്തി ഉണ്ടാക്കിയെടുത്തതാണ് ക്ഷേത്രം. മലയ്ക്ക് മുകളിലെത്തി. ക്ഷേത്രമെന്ന് തോന്നിക്കില്ല. കൊട്ടാരം പോലെയാണ് തോന്നുന്നത്. കല്ലുകളിൽ ഓരോ ആലേഖനങ്ങളും കാണാൻ കഴിഞ്ഞു. ചരിത്രം ഉറങ്ങുന്ന ക്ഷേത്രമല്ലേ? അല്ല, എവിടെ ദേവിയെന്ന് നോക്കി കാലുകൾ മുന്നോട്ട് വെച്ച് തുടങ്ങിയതും മഴ തുടങ്ങി. ആകാശമാകെ കറുത്തിരുണ്ടു. വന്ന സ്ഥിതിക്ക് കാണാതെ പോകാനാവില്ല. വാച്ചർക്ക് 500-ന്റെ ഒരു നോട്ട് കൊടുത്താണ് കൂടെ കൂട്ടിയത്. ആളിപ്പോൾ തിരക്ക് പിടിക്കുകയാണ്. ആൾക്കെന്തോ പേടി പോലെ. വന്ന സ്ഥിതിക്ക് കാണാതെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞതോടെ അയാളുടെ പെരുമാറ്റത്തിൽ എന്തോ മാറ്റം പ്രകടമായി തുടങ്ങി. അയാൾ എൻ്റെ കൈയും പിടിച്ച് തിരിഞ്ഞു നടന്നു. നല്ല ബലമുണ്ടായിരുന്നു ആ കൈകൾക്ക്. അയാൾ എന്തോ പറയാനും തുടങ്ങി. മെല്ലെ. മനസ്സിലാക്കാൻ പറ്റിയില്ല. മഞ്ഞ് വന്ന് മൂടി. കാഴ്ച മറഞ്ഞു. ക്ഷേത്രവും